ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. റവ ദോശയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മാവ് റെഡിയാക്കി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ദോശയാണിത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കണം. ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ്, ഞാൻ വറക്കാത്ത റവയാണ് ഉപയോഗിക്കുന്നത്. വറുത്ത റവ വേണമെങ്കിൽ നമുക്കിതിന് തയ്യാറാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അര കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അര കപ്പ് അരിപ്പൊടി. ഇടിയപ്പത്തിനും അപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 2 പച്ചമുളകാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇച്ചിരി കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റിൻ്റെ പകുതിയോളം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ തൈര് അതും കൂടി ചേർക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോൾ ചെറിയൊരു പുളി രസമൊക്കെ നമ്മൾ ദോശയ്ക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ കുരുമുളക്, കറുത്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തം എടുത്തിട്ടുള്ളത്. അതിൽ പകുതി വെള്ളം നമുക്ക് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടിയും റവയൊന്നും ഒട്ടും കട്ടകളോട് കൂടി കിടക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. മൊത്തം ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശേഷം ഇത് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് സമയം ഇതൊന്ന് സോഫ്റ്റ് ആവാനായിട്ട്, റവയും അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് വെക്കാം. ഈ ഒരു അളവിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പാൻ്റെ സൈസിലാണെന്നുണ്ടെങ്കിൽ ഒരു 8 ദോശയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ദോശയുടെ മാവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊരു 15 മുതൽ 20 മിനിറ്റ് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ദോശ ഇടുമ്പോഴും ഇതുപോലെ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അരിപ്പൊടിയും റവയും പാത്രത്തിനടിയിൽ തറഞ്ഞിരിക്കും. ശേഷം നല്ല ചൂട് പാനിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ. തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ശേഷം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ആദ്യം സൈഡിലെല്ലാം നല്ലതുപോലെ ഇച്ചിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുത്ത് ദോശ ഒരുപാട് തിക്കാക്കി കളയരുത്. തിന്നായിട്ടുള്ള ഒരു ദോശയാണ് വേണ്ടത്. ഇതുപോലെ നെറ്റ് രൂപത്തിലായിരിക്കും നമുക്ക് ഈ ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റുക. നല്ലതുപോലെ ഇതൊന്ന് വെള്ളമായൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ശേഷം ഈ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കുക. ഒരു സൈഡ് മാത്രമേ നമുക്കിത് വേവിച്ചെടുക്കാൻ എന്നുള്ളൂ. നമ്മൾ സാധാരണ ദോശ ഇടുന്ന പോലെ 2 സൈഡും തിരിച്ചിട്ട് ദോശ ഇടുന്നുമില്ല. ഇപ്പോൾ ഈ ദോശ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ദോശ കിട്ടിയിട്ടുള്ളത്. കുറച്ചുകൂടെ ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അത്യാവശ്യം വെള്ളം കൂടുതലുള്ള ബാറ്റർ ആയതുകൊണ്ട് നമുക്കൊരു ദോശ ഇട്ടെടുക്കുന്നതിന് കുറച്ച് സമയമെടുക്കും. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി ബാറ്റർ ഉപയോഗിച്ച് ദോശ ഇടുക. സാധാരണ ഈ ദോശ ചട്നി, സാമ്പാർ ഇവയുടെ കൂടെയൊക്കെയാണ് നമ്മൾ സെർവ് ചെയ്യാറുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു.